ഹായ്, ഇന്ന് നമുക്ക് ജി എസ് ടിനെ പറ്റി ഒരു ചെറിയൊരു ക്ലാസ് നോക്കാം. ഇതിൽ ജി എസ് ടിയുടെ കംപ്ലീറ്റ് കാര്യമൊന്നും പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് നോക്കാം, എന്താണ് ജി എസ് ടി? ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ജി എസ് ടിയുടെ ഫുൾ ഫോം. അതായത് ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതാണ് ജി എസ് ടി. ജി എസ് ടി ആദ്യമായി നിലവിൽ വന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ് ജി എസ് ടി ആദ്യമായിട്ട് നിലവിൽ വന്നത്. 1954 ഫ്രാൻസിലാണ് ജി എസ് ടി ആദ്യമായി നിലവിൽ വന്നത്. ജി എസ് ടി നിലവിൽ വരുന്ന 160ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ജി എസ് ടി നിലവിൽ വരുന്ന 160ാമത് രാജ്യം ഇന്ത്യ. ഫസ്റ്റ് വന്നത് 1954 ഫ്രാൻസിലാണ്. ഇനി ജി എസ് ടി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? പി ചിദംബരമാണ്. ആരാണ്? പി ചിദംബരം. പി ചിദംബരമാണ് ജി എസ് ടി എന്ന ആശയം ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തി. അദ്ദേഹം 2005 മെയ് 6-നാണ് ജി എസ് ടി എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ജി എസ് ടി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജി എസ് ടി ബില്ല് അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അരുൺ ജെയ്റ്റ്ലിയാണ്. ആരാണ്? അരുൺ ജെയ്റ്റ്ലി. 2016 ലോക്സഭയിൽ ജി എസ് ടി ബില്ല് അവതരിപ്പിക്കുന്നത്. രാജ്യസഭ ജി എസ് ടി ബില്ലിന് അംഗീകാരം നൽകുന്നത് 2016 ഓഗസ്റ്റ് 3-നാണ്. രാജ്യസഭ ജി എസ് ടി ബില്ലിന് അംഗീകാരം നൽകിയത് എന്നാണ്? 2016 ഓഗസ്റ്റ് 3-ന്. അത് ലോക്സഭ ഒപ്പുവെച്ചത് 2016 ഓഗസ്റ്റ് 8. ലോക്സഭ 2016 ഓഗസ്റ്റ് 8. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8. അപ്പം രാജ്യസഭ 2016 ഓഗസ്റ്റ് 3, ലോക്സഭ 2016 ഓഗസ്റ്റ് 8, പ്രസിഡന്റ് 2016 സെപ്റ്റംബർ 8. ഇതിനാണ് ജി എസ് ടി ബില്ലിൽ ഒപ്പുവെക്കുന്നത്. ജി എസ് ടി ഇന്ത്യയിൽ നിയമം മൂലം നിലവിൽ വരുന്നത് 2017 ജൂലൈ 1. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഇന്ത്യൻ ജി എസ് ടിയുടെ ഫാദർ ആരാണ്? എ വി വാജ്പേയി. ഇന്ത്യൻ ജി എസ് ടിയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ ജി എസ് ടി എന്ന് പറയുന്നത് എ വി വാജ്പേയി. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജി എസ് ടി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ആപ്പ് പുറത്തിറക്കി. ആ ആപ്പാണ് ജി എസ് ടി ഫൈൻഡർ. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജി എസ് ടി എന്ത് എന്ന് മനസ്സിലാക്കാൻ ഒരു ആപ്പ് പുറത്തിറക്കി. അതാണ് ജി എസ് ടി ഫൈൻഡർ. ഇന്ത്യയിലുടനീളം രാജ്യത്തെല്ലായിടത്തും ജി എസ് ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷ്യം. എന്താണ് പ്രോജക്റ്റ് സാക്ഷ്യം? അപ്പൊ ആപ്പ് ജി എസ് ടി ഫൈൻഡറും ആ പദ്ധതി അല്ലെങ്കിൽ ആ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സാക്ഷ്യം. ഇനി ജി എസ് ടി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ജി എസ് ടി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് അസം. ഏതാണ്? അസം. ജി എസ് ടി രണ്ടാമതായി വന്നത് ബീഹാർ. ജി എസ് ടി ആദ്യം അസമിലും രണ്ടാമത് ബീഹാറിലുമാണ് വന്നത്. ഏറ്റവും അവസാനം ജി എസ് ടി പാസ്സാക്കിയത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇന്ത്യയിൽ ഏറ്റവും ലാസ്റ്റ് ജി എസ് ടി പാസ്സാക്കിയത് ജമ്മു ആൻഡ് കാശ്മീർ. ജി എസ് ടി ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ അത് കേരളത്തിൽ വന്നത് 2017 ഓഗസ്റ്റ് 17. കേരളത്തിൽ എന്നാണ് 2017 ഓഗസ്റ്റ് 17-നാണ് ജി എസ് ടി നിലവിൽ വരുന്നത്. ജി എസ് ടി എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്. ഇന്ത്യയിലെ എല്ലാ സാധനങ്ങളും ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ജി എസ് ടിയുടെ പരിധിയിൽ ഉൾപ്പെടാത്തവയാണ് മദ്യം, വൈദ്യുതി, പെട്രോളിയം ഉൽപ്പന്നം. ഇത്രയും സാധനങ്ങൾക്ക് ജി എസ് ടി ഇല്ല. എന്തൊക്കെയാണ്? മദ്യം, വൈദ്യുതി, പെട്രോളിയം ഉൽപ്പന്നം. ജി എസ് ടി ഭേദഗതി എന്ന് പറയുന്നത് 101-ാം ഭേദഗതിയിലാണ് ജി എസ് ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2016 സെപ്റ്റംബറിൽ ഒരു ഭേദഗതി ബില്ല് വന്നു. ആ ഭേദഗതി ബില്ല് എന്ന് പറഞ്ഞാൽ 122. ഭേദഗതി ബില്ല് 122. ജി എസ് ടിയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്ത്യയിൽ ജി എസ് ടിയെ നിയന്ത്രിക്കുന്നത് ജി എസ് ടി കൗൺസിലാണ്. എന്താണ്? ജി എസ് ടി കൗൺസിലാണ് ഇന്ത്യയിൽ ജി എസ് ടിയെ നിയന്ത്രിക്കുന്നത്. ഈ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12-നാണ്. ഇന്ത്യയിൽ ജി എസ് ടി കൗൺസിൽ നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 12.
ആ ജി എസ് ടി കൗൺസിലിൻ്റെ ആർട്ടിക്കിളാണ് 279A. ജി എസ് ടി കൗൺസിലിൻ്റെ ആർട്ടിക്കിൾ 279A. ജി എസ് ടി കൗൺസിലിൻ്റെ ഹെഡ് എപ്പോഴും ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യത്തെ ചെയർമാൻ അരുൺ ജെയ്റ്റ്ലി. ഇപ്പം നിലവിൽ രണ്ടാമത് നിർമ്മല സീതാരാമൻ. ആദ്യത്തേത് അരുൺ ജെയ്റ്റ്ലി, രണ്ടാമത്തേത് നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ഇതെന്താണ്? ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചനാണ്. ഇന്ത്യയിൽ ജി എസ് ടിയുടെ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചനാണ്. ഇനി നമ്മുടെ ജി എസ് ടിക്ക് ഒരു മോട്ടോ ഉണ്ട്. ആ മോട്ടോ എന്ന് പറഞ്ഞാൽ 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. എന്താണ്? 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. ഇതാണ് ജി എസ് ടിയുടെ മോട്ടോ. ജി എസ് ടി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ആസ്ഥാനം, ജി എസ് ടിയുടെ ആസ്ഥാനമായ ജി എസ് ടി ഭവൻ ന്യൂഡൽഹിയിലാണ്. കേരളത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ജി എസ് ടിയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം. ഇനി ഇന്ത്യയിൽ ഒരു ജി എസ് ടി അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വന്നു. അത് നമ്മുടെ തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് എന്ന് പറയുന്നത് 32. കേരളത്തിൻ്റെ ജി എസ് ടി കോഡ് 32. അതിൽ ആൽഫ ന്യൂമറിക്കുകളുടെ എണ്ണം 15 ആൽഫ ന്യൂമറിക്കുകളുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജി എസ് ടി ചുമത്തുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജി എസ് ടി ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ്. ജി എസ് ടി, ഐ ജി എസ് ടി, യു ടി ജി എസ് ടി, അങ്ങനെ 4 ഭാഗങ്ങളാണ് ജി എസ് ടിക്ക് ഉള്ളത്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇരട്ട ജി എസ് ടി ആണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് എന്താണുള്ളത്? ഇന്ത്യക്ക് ഇരട്ട ജി എസ് ടി ആണുള്ളത്. ഇരട്ട ജി എസ് ടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി ആണ് ഇന്ത്യക്കുള്ളത്. ഇതുപോലെ ഇരട്ട ജി എസ് ടി ഉള്ള മറ്റ് 2 രാജ്യങ്ങളാണ് കാനഡ, ബ്രസീൽ. ഇരട്ട ജി എസ് ടി ഉള്ള മറ്റ് 2 രാജ്യങ്ങളാണ് കാനഡയും ബ്രസീലും. ഇനി ജി എസ് ടിക്ക് ഒരു 5 സ്ലാബ് ഉണ്ട്. 0%, 5%, 12%, 18%, 28%. എന്നിങ്ങനെയാണ് ജി എസ് ടിയുടെ സ്ലാബുകൾ കണക്കാക്കുന്നത്. ഏതൊക്കെയാണ്? 0%, 5%, 12%, 80%, 28%. ജി എസ് ടിയിൽ ലയിപ്പിച്ച 3 പ്രധാന ടാക്സുകളുണ്ട്. 3 പ്രധാന നികുതികൾ നമ്മുടെ ജി എസ് ടിയിലോട്ട് ലയിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഏതൊക്കെയാണ് ജി എസ് ടിയിലോട്ട് ജി എസ് ടിയിലോട്ട് ലയിച്ച ടാക്സുകളാണ് സെൻട്രൽ എക്സൈസ് ടാക്സ്, സെൻട്രൽ സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്. സെൻട്രൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കോർപ്പറേറ്റ് നികുതി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിൽ നിന്നാണ്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ജി എസ് ടിയിൽ നിന്നുമാണ്. എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് കോർപ്പറേറ്റ് ടാക്സിൽ നിന്നും സ്റ്റേറ്റിന് ജി എസ് ടിയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ആദ്യമായി ജി എസ് ടി കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് കാഷ്യോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. കാഷ്യോ ആണ് ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയത്. ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതിൻ്റെ ആദ്യത്തെ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളമായിട്ടുള്ള KM മാണിയാണ്. എന്താണ്? ജി എസ് ടിയുടെ അനുബന്ധ ഘടകമായ എംപവേഴ്സ് കമ്മിറ്റി ഓഫ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡായിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ KM മാണിയാണ്. താങ്ക് യു. ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.